നമസ്കാരം. അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുൻപത്തെ ക്ലാസ്സില് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു, കെ.പി. കേശവ മേനോന്റെ ലേഖനത്തിലെ ഒരു ഭാഗമാണ്. അത് നമ്മള് പറഞ്ഞു തുടങ്ങിയിരുന്നു. കുറച്ചാശയമൊക്കെ പറഞ്ഞു. കുറച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും 7ാം ക്ലാസ്സിലെ കുട്ടികളെ വെച്ച് നോക്കുമ്പോ ആ പാഠം വായിച്ച് ഉടനെ ഒരു കഥ വായിക്കുന്ന, ഇപ്പം തേങ്ങ എന്ന് പറയുന്ന ഒരു കഥ വായിച്ചതുപോലെയോ അതുപോലെ അത്തരത്തിലുള്ള കഥകളൊക്കെ വായിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം, എങ്കിലും ആ പാഠഭാഗത്ത് വളരെ പ്രൗഢ ഗംഭീരമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ ഒരു പ്രായമൊക്കെ വെച്ച് പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോന്നറിയില്ല, എങ്കിലും മനസ്സിലാക്കാൻ എളുപ്പം തന്നെയാണ്. വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പത്തില് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ പറഞ്ഞു എന്നാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് വന്നു അല്ലെ ക്ലാസ്. അപ്പോ ഓർമ്മയുണ്ടോ എന്നൊന്നും അറിയില്ല ടീച്ചർക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്നങ്ങോട്ട് പറഞ്ഞു പോവാം അല്ലെ. എന്താണ് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു, ഇതാണ് നമ്മളുടെ പാഠത്തിന്റെ പേര്. അപ്പോ നമ്മള് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഓരോ വ്യക്തികളും ഓരോ തരമാണ് അല്ലെ. എന്റെ പോലെയല്ല മറ്റൊരാള്, ആ ആളുടെ പോലെയല്ല മറ്റൊരാള്, ഇങ്ങനെ എല്ലാ വ്യക്തികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു വീട്ടിൽ തന്നെ 4 or 5 പേരുണ്ടെങ്കിൽ അവരുടെ സ്വഭാവവും ചിന്താഗതിയും വ്യത്യസ്തമായിരിക്കും. ഒരു ക്ലാസ്സില്, നിങ്ങളുടെ ഇപ്പൊ ക്ലാസ്സില് നിങ്ങള് 30 or 40 എത്ര കുട്ടികൾ വേണമെങ്കിൽ ഇരുന്നോട്ടെ, അത്രയും കുട്ടികൾ ഇരിക്കുമ്പോ ആ എല്ലാ കുട്ടികളുടെയും ചിന്തകള്, പ്രവർത്തന രീതി, സ്വഭാവ സവിശേഷതകള്, ജീവിത സാഹചര്യം, ഇതെല്ലാം വ്യത്യസ്തമാണ് അല്ലെ. ഒരാളുടേത് പോലെയാവില്ല മറ്റൊരാളുടേത്. പക്ഷെ അവിടെയൊക്കെ നമ്മള് ആ ഒരു ഒന്നിച്ചുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ നമ്മൾ പൊതുവായിട്ട് കാര്യങ്ങള് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ എല്ലാവരും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് കഴിയുന്നത്. അവിടെയൊക്കെ നമ്മുടെ ചിന്തകൾക്ക്, പ്രവർത്തന രീതിക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോ ശ്രീബുദ്ധനെ കുറിച്ച് പറയാൻ നമ്മൾ ഒരു കഥ എന്നല്ല, ഒരു നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്, നമുക്കറിയാം അല്ലെ. സിദ്ധാർത്ഥ രാജകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രാജകുമാരനായിരുന്നു. വളരെ സുഖ സൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും ഒക്കെ മുഴുകി, അതായത് പട്ടുമെത്തയിൽ കിടന്നുറങ്ങി, സ്വർണ്ണത്തളികയില് ഭക്ഷണം കഴിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ രാജകുമാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു? കുട്ടിയായിരുന്നപ്പോഴും കുറച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു നല്ല ഗുണമാണ് അനുകമ്പ, അല്ലെങ്കിൽ സഹതാപം, സ്നേഹം, ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിന് ജന്മനാ ഉണ്ട്. ഒരു കഥ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു. ഒരു അരയന്നത്തെയാണെന്ന് തോന്നുന്നു അമ്പെയ്ത് വന്ന് വീഴുന്നതും അതിനെ അദ്ദേഹം എടുത്തു കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പൊ പറയുന്നുണ്ട്, രാജകുമാരന്മാർക്ക്
നായാട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗയാ വിനോദം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുമ്പോഴും അദ്ദേഹം അതിനെ വളരെ വാത്സല്യത്തോടുകൂടി അതിന്റെ മുറിവൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു ഭാഗമുണ്ട് കഥയിൽ. അപ്പൊ അത്തരത്തിലുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിൽ ജന്മനാ തന്നെ ഉണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നത് എന്താണ്? എല്ലാവരും ഇതുപോലെ സുഖഭോഗങ്ങളിൽ മുഴുകി അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളിൽ ആണ് ജീവിക്കുന്നത്. കഷ്ടപ്പാട് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. യാദൃശ്ചികമായി ഒരിക്കൽ നാട്ടിലിറങ്ങി നടക്കേണ്ടി വന്നപ്പോഴാണ് തന്റെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അദ്ദേഹം നേരിൽ കണ്ടറിഞ്ഞത്. അന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, എന്റെ പോലെയല്ല എല്ലാവരും, ഞാൻ ജീവിക്കുന്ന പോലെയല്ല എന്റെ ജനങ്ങൾ ജീവിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ ഇത്രയും ഒരുപാട് നമുക്ക് സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്ന ശ്രീബുദ്ധനാക്കി മാറ്റി അല്ലെ. അദ്ദേഹം അവിടുന്ന് രാജ്യവും കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ബോധിവൃക്ഷ ചുവട്ടിൽ ഇരുന്നു ധ്യാനത്തിലിരിക്കുകയും അദ്ദേഹം പിന്നീട് ശ്രീബുദ്ധൻ എന്നുള്ള പേരിൽ മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചിന്ത പ്രവൃത്തി എല്ലാം മാറി. അതുപോലെ അശോക ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കലിംഗ യുദ്ധമാണ് അദ്ദേഹത്തില് വലിയ ഒരു മാറ്റം വരുത്തിയത്. എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത്? കൊല്ലും കൊലയും അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തത് അപ്പോഴാണ്. ഹിംസ നടത്തിയിട്ട് എന്താണ് നേടുന്നത്? ആ ഒരു തിരിച്ചറിവും ചിന്തയുമാണ് അദ്ദേഹത്തെ മഹാനായ അശോക ചക്ര, അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു അല്ലെ, ഒരുപാട് മാറ്റങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. അപ്പോ ഇതുപോലെ ഓരോരുത്തരുടെയും ചിന്താഗതികളാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഗാരി അല്ലെ, ഗാരി ഡേവിഡ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. യുദ്ധത്തില് വിമാനത്തില് വന്ന് അദ്ദേഹം വൈമാനികനാണ്. അദ്ദേഹം വന്നു രാജ്യത്ത് പറയുന്നതിനനുസരിച്ച് ജോലിയാണ്. എങ്കിൽ പോലും ബോംബ് നിക്ഷേപിക്കുന്നതും ഇടുന്നതും അതിന്റെ ആ ഒരു ദുരിതം അല്ലെ, നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ നമ്മള് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഓഗസ്റ്റ് 6, 9 ഒക്കെ ആചരിക്കാറുണ്ട്. സ്കൂളുകളിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ബോധവൽക്കരണം അല്ലെങ്കിൽ അതിനെതിരെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ആ ഒരു സ്ഥലത്തെ വീണ്ടും പുനരുദ്ധരിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ മനോഭാവമാണ്. ഹിറ്റ്ലറെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഏകാധിപതിയായിരുന്നു, സ്വേച്ഛാധിപതിയായിരുന്നു അല്ലെ. എല്ലാവരെയും അടക്കി ഭരിക്കുക. മറ്റുള്ളവരുടെ വേദനകൾ അദ്ദേഹത്തിനൊരു മാറ്റവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുത്തിയിട്ടില്ല. അപ്പോ അത് വേറൊരു മനോഭാവമാണ്. അപ്പൊ ഇത്തരത്തിൽ നിരവധി ചിന്താഗതികളും ഇതൊക്കെ അനുസരിച്ചാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം. നമുക്ക് സന്തോഷം വേണമെങ്കിൽ അതിനെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കുള്ളൂ. ഇപ്പോ ഇനി ഇതൊക്കെ പോട്ടെ, അത് കുറച്ച് ഉദാഹരണങ്ങൾ ടീച്ചർ പറഞ്ഞതാണ്. നമ്മള് എല്ലാവരും ഒരേപോലെ ആവില്ല അല്ലെ. ജീവിത സാഹചര്യം, പാവപ്പെട്ടവര് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരുണ്ട്, വീട്ടുപണി എടുത്ത് ജീവിക്കുന്നവരുണ്ട്, മറ്റുള്ളവരുടെ പറമ്പിലും പാടത്തും. നമ്മൾ ഒന്നും മോശമല്ല കേട്ടോ, അല്ലേ. എല്ലാ ജോലിയും മഹത്തരമാണ്. കാരണം ആ ജോലി ചെയ്യാൻ ചിലപ്പോ എന്നെ കൊണ്ട് സാധിക്കില്ല അല്ലേ. ഈ ചെയ്യുന്നത് വേറൊരാൾക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ ജോലിക്കും അതിൻ്റെതായ
മഹത്വമുണ്ട്. മറ്റുള്ളവരുടെ അടുക്കളയിൽ വെക്കാനും അല്ലെങ്കിൽ വീട്ടുപണിക്ക് പോകുന്നു. ആ ഒരു പണി നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരാളുടെ സഹായം തേടുന്നത്, അല്ലെ? അപ്പൊ അതും മഹത്തരമാണ്. അപ്പൊ എല്ലാ പ്രവർത്തികൾക്കും എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കോടീശ്വരന്മാരുണ്ട്, അല്ലേ? ധാരാളം ബിസിനസ്സും പണവും രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാവുന്ന തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. പൈസ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ സന്തോഷം ഒരു പക്ഷേ ഉയർന്ന നിലയിലുള്ളവർക്ക് കിട്ടണമെന്നില്ല. സാധാരണക്കാരൻ തനിക്ക് കിട്ടുന്നത് കൊണ്ട് അന്നന്നത്തെ അവന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അവന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഇരുന്ന് അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഉള്ളത് പങ്കുവെച്ച് കഴിക്കുന്നു. ഒരു വസ്ത്രം എടുക്കുമ്പോ അവര് 10,000 ഇടുമ്പോ നമ്മൾ ചിലപ്പോ 200 300. പക്ഷേ അത് വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ധരിക്കുന്നു, പരസ്പരം അഭിനന്ദിക്കുന്നു, സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കുവെക്കുന്നു. അതൊരു മനോഭാവമാണ്. അവിടെ ആ സന്തോഷത്തെ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത്. അയ്യോ എനിക്കൊന്നുമില്ല, എനിക്ക് 1000 ഡ്രസ് ഇല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ നമുക്ക് വിഷമായി. നേരെ മറിച്ച് എനിക്കിതുണ്ടല്ലോ എന്ന് പറയുമ്പോ സന്തോഷിക്കാനുള്ള വകയായി. ചില ആൾക്കാരിൽ എത്രയുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും മുഖം തെളിയാത്ത അല്ലെങ്കിൽ സന്തോഷിക്കാൻ കഴിയാത്ത ആൾക്കാർ. അത് ഓരോ സ്വഭാവ വിശേഷമാണ്. അപ്പൊ നമ്മളെപ്പോഴും എന്താണ് വേണ്ടത്? ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. എനിക്കിന്ന് കഴിക്കാൻ കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സന്തോഷിക്കുക. പാൽപ്പായസോ അല്ലെങ്കിൽ ബിരിയാണിയോ ഇല്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ച് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിതുണ്ടല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിച്ച് അത് സന്തോഷത്തോടുകൂടി കഴിക്കും. അവിടെയാണ് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുന്നത്. ഒരു ചെറിയ ജോലി കിട്ടുമ്പോ വലിയതിനായിട്ട് പരിശ്രമിക്കാം, പക്ഷെ നിരാശപ്പെടാതെ പരിശ്രമിക്കാം. ഇപ്പോ മാർക്കൊക്കെ കിട്ടുമ്പോ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയങ്ങളിലാണ് ആത്മഹത്യകളും ഒക്കെ കാണുന്നത്, അല്ലെ? A+ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. നോക്കിക്കോളൂ, പലപ്പോഴും തോൽവിയേക്കാൾ കൂടുതൽ വിചാരിച്ച മാർക്ക് കിട്ടാതെ വരുന്നവരാണ്. D+ കിട്ടി പാസ്സായി പോയവന് അവൻ ചിലപ്പോ ജീവിതത്തിൽ വിജയിക്കും. കാരണം എന്താ? ഇച്ചിരി മാർക്ക് വേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, വേണം. പക്ഷേ അവിടെ നമ്മുടെ ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് നമുക്ക് വേണ്ടത്. നിരാശപ്പെടുകയല്ല വേണ്ടത്. അവിടെ നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മളുടെ ഭാവിയെ ഒക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് സന്തോഷം സ്വയം ലഭിക്കും. ജീവിത വിജയം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. എവിടെയും നിരാശപ്പെടുകയും അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുകയും ദുഃഖിക്കുകയും ചെയ്ത ജീവിതത്തിൽ നമുക്ക് ഒന്നും സന്തോഷിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ ഈ ഭൂമിയിലെ കോടാനുകോടി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തില് നമുക്ക് ഉള്ളത് ഒരു 100 കൊല്ലത്തിന്റെ ഉള്ളിലാണ് എല്ലാ മനുഷ്യരുടെയും ഒരുവിധം ആയുസ്, അല്ലെ? 80 വയസ്സോ 90 വയസ്സൊക്കെ വരെ ഇരിക്കും. 100 വയസ്സ് വരെ 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് അതെത്ര ചെറുതാ. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പര സ്നേഹം, വിശ്വാസം, സന്തോഷം, അത് അത്തരത്തിലുള്ള നല്ല ഗുണങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് എന്തുണ്ടാകും? ജീവിത വിജയം സാധ്യമാകും. നമുക്ക് നമ്മളുടെ ആ ഒരു വിജയം തീരുമാനിക്കാൻ നമുക്ക് തന്നെയാണ് സാധിക്കുക. നമ്മളുടെ പെരുമാറ്റം അനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്, അല്ലെ, പ്രവൃത്തിക്കനുസരിച്ച്, അങ്ങനെയാണ് നമ്മളുടെ വിജയം നമ്മുടെ കൈപ്പിടിയിലേക്ക് എത്തുന്നത്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11ഓ 12ഓ അല്ലെ ഒക്കെ വയസ്സായ കുട്ടികളാണ്. നല്ല ഗുണങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് സഞ്ചരിക്കുക. അതാണ് വേണ്ടത്. സത്യസന്ധത വലിയൊരു ഗുണമാണ്. മറ്റുള്ളവരോടുള്ള എളിമ, സ്നേഹം,
അല്ലെ? നല്ല നല്ല ഗുണങ്ങള് സ്വായത്തമാക്കുക, അതിലൂടെ മുന്നേറുക. അപ്പൊ വിജയം തന്നെ വന്നു ചേരും. ജീവിത വിജയം, പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല, ജീവിത വിജയം നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ നല്ലതും ചീത്തയും നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം, ഉയരങ്ങളിൽ എത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ വിജയിച്ച ധാരാളം പേരുടെ കഥകളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാളെ കൊട്ടേഷൻ എടുത്ത് കൊന്നാലും നമ്മുടെ കയ്യിൽ പൈസ വരും. പക്ഷെ അവിടെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെ? ആ തെറ്റിലേക്ക് പോയി പണം നേടണോ, ധനം നേടണോ, അതോ സത്യസന്ധമായ വഴിയിലൂടെ ധനം നേടണോ? ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഓരോ വ്യക്തികളും. അങ്ങനെ ചെയ്താൽ അതിന് സ്ഥിരതയില്ല എന്നും അത് നിലനിൽക്കാത്തതുമാണ് എന്ന് മനസ്സിലാക്കി സത്യസന്ധമായ വഴിയിലൂടെ മുന്നേറുമ്പോ നമുക്ക് ജീവിത വിജയം സാധ്യമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പാഠത്തിന്റെ പൊതുവായിട്ടുള്ള ആശയം. അപ്പൊ മനസ്സ് വിശാലമാക്കി മുന്നേറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എന്താണ്? അപ്പൊ ഇത്രയൊക്കെയാണ്. അതിന് ഉദാഹരണമായിട്ടാണ് ഗാരി ഡേവിഡിന്റെയും അതുപോലെ അശോക ചക്രവർത്തിയുടെ ഒക്കെ കഥകള് ഇതില് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ നമ്മൾ അശ്വതി എന്ന് പറയുന്ന ഒരു പാഠം പഠിച്ചു, അല്ലേ? ടി പത്മനാഭന്റെ അശ്വതി എന്ന് പറയുന്ന കഥ. അപ്പൊ അതില് ആ പെൺകുട്ടി മിഠായി ഭരണിയിൽ തൊട്ട് ആ 20 പൈസ തൊട്ട് കാണിച്ചപ്പോ കടക്കാരൻ ആദ്യം ആ കുട്ടിക്ക് മിഠായി കൊടുത്തില്ല. പക്ഷേ അയാൾക്ക് അവിടെ ഒരു ചിന്താഗതിക്ക് ഇപ്പൊ അവിടെ കഥാകൃത്ത് ഉണ്ടായിരുന്നില്ല, അതുപോലെ ചിന്തിക്കുന്ന ഒരാൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചോളൂ. അയാൾ ആ കുട്ടിക്ക് മിഠായി കൊടുക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ആ കുട്ടി നിന്ന് ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങി ആ കുട്ടി ആഗ്രഹത്തോടു കൂടി അങ്ങനെ അങ്ങോട്ട് പോകും. നേരെ മറിച്ച് അവിടെ അത് കണ്ടുകൊണ്ട് നിന്ന കഥാകൃത്ത് ആ കുട്ടിയെ അടുത്ത് വിളിക്കുകയും വളരെ വാത്സല്യത്തോടു കൂടി വിവരങ്ങൾ ചോദിച്ചറിയുകയും അവൾക്ക് അവിടെ ഇരിക്കുന്ന ഭരണിയിൽ നിന്ന് ലോലിപോപ്പ് പോലെയുള്ള കുറച്ചുകൂടെ വില കൂടിയ മിഠായി ഒക്കെ എടുത്തു കൊടുക്കുന്നതും ഒക്കെ കണ്ടപ്പോ അയാളുടെ ചിന്താഗതിയിലും ഒരു മാറ്റം സംഭവിക്കുകയാണ്. അയാൾക്കും തോന്നുകയാണ് എന്ത്, ഞാൻ തെറ്റ് എന്നല്ല, ഞാനും അവൾക്ക് വേണ്ടത് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത. അപ്പോ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നല്ല പ്രവൃത്തികളും സ്വാധീനിക്കാറുണ്ട്, ചീത്ത പ്രവൃത്തികളും സ്വാധീനിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും നല്ല പ്രവൃത്തികൾ സ്വാധീനിക്കട്ടെ, അല്ലെ? നല്ല കാര്യങ്ങളെ കണ്ട് ആ സ്വാധീനമാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പൊ പാഠം ഇനി എന്താ ചെയ്യേണ്ടത്? നല്ലോണം വായിച്ച് നോക്കണം. മനസ്സിലായോ? ഇവിടെ നമ്മുടെ ലേഖകന്റെ കാര്യം തന്നെ പറഞ്ഞാല് KP കേശവമേനോൻ, അദ്ദേഹത്തിന് അന്ധത ബാധിച്ചു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു തടസ്സമായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല.
അതിനെ ഒരിക്കലും ഒരു തടസ്സമായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. ആ ഒരു അന്ധത ഉണ്ടെങ്കിൽ പോലും അതിനെ അവഗണിച്ച് അതിനെ വെല്ലുവിളിച്ച് അദ്ദേഹം ജീവിത വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറി. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അപ്പൊ ജീവിതത്തില് ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ അതുപോലെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പല കുറവുകളും ഉണ്ടാകാം. പക്ഷെ അതിനെയെല്ലാം മറികടക്കുക, അവിടെയാണ് നമ്മുടെ മനോഭാവം. എനിക്ക് മുന്നോട്ട് പോകണം, ഉയരണം, ജീവിതത്തിൽ ഉയർന്ന് നല്ല രീതിയിൽ എത്തണം എന്ന് ചിന്തിക്കും. പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോ പല ജീവിത പ്രശ്നങ്ങളും ഉള്ള കുട്ടികളുണ്ട്. അച്ഛൻ ഇല്ല, അല്ലെങ്കിൽ അമ്മ, അവര് തമ്മിലുള്ള പ്രശ്നം. അതിന്റെ ഇടയിൽ പലപ്പോഴും നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികള് അവര് എത്ര പറഞ്ഞാലും ആ ഒരു നെഗറ്റീവ് ചിന്തയാണ് അവരുടെ ഉള്ളില്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കും, നമുക്ക് എന്തായാലും ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അപ്പൊ ഇനി എന്താ വേണ്ടത്, അടുത്തത് നമ്മൾ പഠിച്ച് നന്നാവുക, നല്ല കുട്ടികളാവുക, നല്ല വ്യക്തികളാവും. പക്ഷെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമാണ് അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നത്. ഒരു വൈരാഗ്യ മനോഭാവമാണ് പല കുട്ടികളിലും കാണാറ്. എന്നുവെച്ചാൽ ഒരു ദേഷ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ളത്. എല്ലാവർക്കും ദേഷ്യം, എന്തിനെ നിഷേധിക്കുക, നമ്മൾ എത്ര സ്നേഹിച്ചാലും അതിനെ നിഷേധിക്കുക. നമ്മൾ പലപ്പോഴും ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരോട് ഇടപഴകി അവരെ കൈത്താങ്ങ് കൊടുത്തും നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോഴും ഒരു അമ്മയായിട്ടോ ഒരു വഴികാട്ടിയായിട്ടോ അധ്യാപികയായിട്ടോ ഏതോ രീതിയിൽ പലപ്പോഴും പല കുട്ടികളും അത്തരത്തില് നമ്മളോട് ഇങ്ങനെ ഇടയുന്ന ഒരു സ്വഭാവം, അവർക്ക് നമ്മുടെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. ഒരു പക്ഷെ അവരുടെ എന്താ പറയുക, കുട്ടിത്തം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ കാര്യങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോ അത് ജീവിതത്തിലെ വീഴ്ചയെ വരുത്തുള്ളൂ. അവിടെ നേരെ മറിച്ച് വിഷമങ്ങൾ ഉണ്ടാകാം, അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായോ? നമ്മളെ ഒരാള് സ്നേഹിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു താങ്ങും തണലുമായിട്ട് ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് മുന്നേറാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ പാഠത്തിൽ. അപ്പൊ എപ്പോഴും നല്ല ഗുണങ്ങളെ കൂട്ടായി കൊണ്ടു നടക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, നന്മയിലൂടെ സഞ്ചരിക്കുക, നമ്മുടെ ജീവിത സാഹചര്യം നന്മയുള്ളതാക്കി മാറ്റുക, പ്രസാദാത്മകമാക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ കുറവുകളുണ്ടെങ്കിൽ അതിലാഴ്ന്ന് സ്വയം വിഷമിച്ച് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ അവിടെ നിന്ന് കുതിച്ച് മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പഠനത്തിലാണെങ്കിലും അതെ, നമുക്കൊരു കുറവുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് വിജയം എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഈ പാഠഭാഗത്തിന്റെ ഏകദേശം ഒരു ആശയം. അപ്പൊ നമ്മുടെ ലോകം, അതാണ് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലതും ചീത്തയും നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത്, അല്ലെ? നമ്മളുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ജീവിത വിജയം സാധ്യമാകും. അത് നമ്മുടെ മനോഗതിയാണ് അവിടെ നമ്മളെ നയിക്കുന്നത്. എനിക്ക് നേടണം എന്നും ഞാൻ ഇങ്ങനെയാണ് എന്നും എനിക്ക് അങ്ങനെ വേണം എന്നും ഒക്കെ ഉറച്ചു വിശ്വസിച്ചാൽ, ദൃഢമായി ചിന്തിച്ചാൽ അതിലൂടെ മുന്നോട്ട് പോകാം. ഇത് മതി എന്ന് വെച്ചിരുന്നാൽ നമ്മൾ കിഴപ്പതൊക്കെ പോകും. അപ്പൊ നിങ്ങൾ കുട്ടികൾ ഉൾക്കൊള്ളേണ്ട മഹത്തായിട്ടുള്ള ഒരാശയാണ് ഈ പാഠഭാഗത്തിലൂടെ KP കേശവമേനോൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതിലുണ്ട്, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ ബോംബറായിരുന്ന ഗാരി ഡേവിഡിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അത് വായിച്ചു നോക്കാൻ നിങ്ങള്. അപ്പോ നിങ്ങൾ കുറച്ചും കൂടിയും അതിന്റെ ആശയം മനസ്സിലാവും. പിന്നെന്തൊക്കെയാണ്? ഇത്
ഇതില് ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു പ്രവർത്തനമുണ്ട്. ലേഖനത്തിലെ പ്രധാന ആശയങ്ങൾ ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കുക. അതിനെന്ത് വേണം? ആദ്യം പാഠം നന്നായിട്ട് വായിക്കണം. എന്നിട്ട് ഓരോ പാരഗ്രാഫും എടുത്തിട്ട് അതിന്ന് എന്ത് ചോദ്യമാണ് ഉണ്ടാക്കാൻ പറ്റും സ്വയം ചെയ്യും. അപ്പൊ തന്നെ പാഠം പഠിച്ചു കഴിയുന്നുണ്ട്. സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ ഉത്തരം കണ്ടെത്തുക. പിന്നെന്താ? ലേഖനത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രസ്താവനകൾ ചുവടെയുണ്ട്. ലേഖകന്റെ അഭിപ്രായവുമായി തട്ടിച്ചു നോക്കി അവ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ട്രൂ ഓർ ഫോൾസ്. തെറ്റുള്ളത് തിരുത്തി എഴുതുക. നമ്മുടെ ലോകം എന്നത് നിങ്ങൾ നോക്കണം കേട്ടോ, ഇത് പാഠം വായിക്കുമ്പോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലോകം എന്നത് നാം സൃഷ്ടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക. എന്നിട്ട് എന്താണ് ശരിയായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്, തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ളത് എഴുതുക കേട്ടോ. നിങ്ങളുടെ നോട്ടില് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നാം ഓരോരുത്തരുടെയും ജീവിത താല്പര്യങ്ങളാണ് മറ്റുള്ളവരുടെ ലോകത്തെ ഉണ്ടാക്കുന്നത്. ശരിയോ തെറ്റോ? ശരിയാണെങ്കിൽ ശരി എന്ന് എഴുതുക, തെറ്റാണെങ്കിൽ തെറ്റെന്ന് എഴുതിയിട്ട് ശരിയായിട്ടുള്ളത് എടുത്തെഴുതുക. ഒരാൾ ലോകനേതാവാകുന്നത് അയാൾ ജീവിക്കുന്ന ലോകത്തെ വികസിപ്പിക്കാനും ഉണർത്തുവാനും ശ്രമിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തിരിച്ചടികൾ മറ്റുള്ളവർക്കും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പാഠമായി മാറാം. ലോകം ഇരുൾ നിറഞ്ഞതാണ്, അതിലൂടെ ആർക്കും മുന്നേറാൻ കഴിയുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദ്ദേശമുണ്ടാക്കി എന്ന് വരാം. ഈ വാദം സാധൂകരിക്കാൻ ഗ്രന്ഥകാരൻ ഒരു തെളിവ് നൽകുന്നുണ്ട്. ഒരു രണ്ടുപേരുടെ കാര്യം പറയുന്നത്, ഭാര്യ മരിച്ചു എന്നിട്ടുള്ള അവരുടെ ജീവിതാവസ്ഥ പറയുന്നുണ്ട് അല്ലേ. ഒരാള് ഉയർന്നു ജീവിതത്തിൽ, ഒരാൾക്ക് വളരെ നിരാശ. അതിലൊരു കഥ പോലെ പറയുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ കണ്ടെത്താം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ വിശകലനം ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഗാരി ഡേവിഡിന്റെ കഥ കൊടുത്തേക്കണോ. ഈ അനുഭവം ലേഖനത്തിലെ ഏത് ആശയത്തോടാണ് യോജിക്കുന്നത്, എന്തുകൊണ്ട്? നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് പഠനം ശരിയാവുള്ളൂ. ഇവിടെ നോക്കൂ, അർദ്ധവിരാമം, നമ്മൾ സെമിക്കോളൻ എന്നൊക്കെ പറയില്ല, കുത്തും കോമയെന്ന് നിങ്ങൾ പറയുന്നത്. ഇവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം. പരിസരങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നത്. ഈ വാക്യത്തിൽ അർദ്ധവിരാമം ചേർത്തതിന്റെ ഔചിത്യം എന്താണ്? ചർച്ച. ഒരു വാചകം, ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയാ? പൂർണ്ണവിരാമം അല്ലെ. പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ അത് ആ വാചകം അവിടെ അവസാനിച്ചു. ഇതല്ല, അർദ്ധവിരാമം, ഒരു നിർത്തല് മാത്രമാണ് അവിടെ വരുന്നത്. അപ്പൊ എന്താ പറയണത്? ഒരാശയം പൂർണ്ണമാവുകയും തുടർച്ചയായ ആശയം അതോടൊപ്പം ചേർത്ത് പറയുകയും ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് അർദ്ധവിരാമം ചേർക്കുക. അപ്പൊ അവിടെ ഒരു ആശയം കഴിഞ്ഞു, നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം. ഒരു വാചകം കഴിഞ്ഞു. പക്ഷെ എന്താണ്, അതോടൊപ്പം ചേർത്ത് തുടർച്ചയായിട്ടുള്ള അതിന്റെ ആശയം മുഴുവനായിട്ടുമില്ല. ആ വാചകം കുറച്ചുകൂടി ഉണ്ട്. ആദ്യത്തെ വാചകത്തിന്റെ ആശയം പൂർണ്ണമാണ് താനും. അങ്ങനെ വരുമ്പോഴാണ് ഈ അർദ്ധവിരാമം കൊടുക്കുന്നത്. പരിസരങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നത്. ആ ഒരു വാചകം വേണമെങ്കിൽ ഒറ്റയ്ക്ക് എഴുതാം അല്ലെ, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ രണ്ട് വാചകം കൂടി വായിക്കുമ്പോഴാണ് അതിന്റെ ആശയം നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും.
അപ്പൊ അത്രയൊക്കെയാണ് അതിന്റെ ആശയം. പിന്നെ മനസ്സിന് വികാസവും വിശാലതയും കൂടുന്നതിനനുസരിച്ച് താൻ ജീവിക്കുന്ന ലോകത്തെ വികസിപ്പിക്കുവാനും പ്രബുദ്ധമാക്കുവാനും അയാൾക്ക് കഴിയും. അശ്വതി എന്ന കഥയിലെ ഏത് കഥാപാത്രവുമായി ഈ പ്രസ്താവന ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. ബന്ധപ്പെടുത്താം. മനസ്സ് വിശാലമാക്കുക. എന്താണ് മനസ്സ് വിശാലമാക്കുക എന്ന് പറഞ്ഞ? മനസ്സിന്റെ വിശാലത, ലോകത്തെ പ്രബുദ്ധമാക്കുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ചിന്തകളും ഒക്കെ എത്തിക്കുക. അവനവനിലേക്ക് മാത്രമല്ലാതെ ചുറ്റുപാടുള്ളതിനെയും കൂടി കാണാനും അറിയാനുള്ള ആ ഒരു കഴിവ്. അപ്പൊ ഇവിടെ അശ്വതി എന്ന് പറയുന്ന കഥയില് നേരത്തെ പറഞ്ഞു നമ്മൾ മിഠായി കൊടുത്തില്ല. പക്ഷെ കഥാകാരൻ അത് എടുത്തു കൊടുത്തപ്പോ ഒരെണ്ണം വാങ്ങിക്കൊടുത്തപ്പോഴാണ് ആ കടക്കാരനെ താനും അത്തരത്തിൽ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത വന്നത്. അപ്പൊ അത് ആ മനസ്സിന്റെ വിശാലത കണ്ടിട്ട് അല്ലെ സ്വയം അത് ഉൾക്കൊള്ളാനായിട്ട് ആ കടക്കാരനും കുറച്ച് തയ്യാറാകുന്നു. കഥാകൃത്തിന്റെ മനസ്സിന്റെ വിശാലത അയാളിലേക്കും കൂടി പകരുകയാണ് ചെയ്യുന്നത്. അശോകനെ കുറിച്ച് പറഞ്ഞു. ആദ്യകാലത്ത് അദ്ദേഹം യുദ്ധം ചെയ്തത് എന്താണ്? തന്റെ സാമ്രാജ്യം വലുതാക്കുക, രാജ്യത്തിന്റെ വലിപ്പം വെട്ടിപ്പിടിച്ച് രാജ്യങ്ങൾ ചേർത്ത് സാമ്രാജ്യം വലുതാക്കി അശോക ചക്രവർത്തി അല്ലെ അങ്ങനെ പേരെടുക്കുക. പക്ഷേ ഈ ചെയ്യുന്നതൊക്കെ ഇത് താൻ ചെയ്യുന്നത് ശരിയല്ല, ലോകത്തെ സേവിക്കുകയാണ് വേണ്ടത് എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തെ വലിയ മനസ്സിന്റെ ഉടമയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ചിന്തയ്ക്കാണ് പ്രാധാന്യം. പിന്നെന്താണ്? പിന്നെ കൊച്ചനുജൻ അശ്വതി രണ്ടും തമ്മിലുള്ള രണ്ടിലും സ്നേഹത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ രണ്ടിലെയും വ്യത്യാസം കൂടി സ്നേഹത്തിന്റെ തന്നെ ആ ഒരു വ്യത്യാസം കണ്ടെത്താനാണ് പറയുന്നത്. അതായത് ആദ്യത്തെ കൊച്ചനുജൻ എന്ന് പറയുന്ന കവിതയില് ചേച്ചിയും അനുജനും തമ്മിലുള്ള സ്ഥിരമായ സ്നേഹത്തിന്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത് അല്ലെ. ഓർമ്മ വെച്ച നാൾ മുതൽ അവർ പരസ്പരമുള്ള ഇഴപിരിയാത്ത ഒരു സ്നേഹം, അത് നഷ്ടപ്പെടുമോ എന്നുള്ള വേവലാതി, അതും അവിടെ കാണാനായിട്ട് സാധിക്കും. അശ്വതി എന്നുള്ള കഥയില് അത് കഥാകൃത്തിന്റെ സ്വഭാവമായിട്ടാണ് കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വഭാവം. അശ്വതിക്ക് പകരം അവിടെ വേറൊരു കുട്ടിയായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം പെരുമാറുമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മനസ്സാണ്. ഇല്ലാതെ ഒരാള് വിഷമിക്കുമ്പോ ആളെ സഹായിക്കാനുള്ള നിരുപാധികമായ മറ്റു ബന്ധനകളൊന്നുമില്ലാത്ത ഒരു സ്നേഹം, അത് അദ്ദേഹത്തിന്റെ സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അത് ലോകത്തോട് മുഴുവൻ ഏതൊരു കുട്ടിയായിരുന്നാലും ഏതൊരു വ്യക്തിയായിരുന്നാലും അദ്ദേഹം ഇത്തരത്തിൽ മനുഷ്യത്വത്തോടു കൂടി പെരുമാറുമായിരുന്നു. നേരെ മറിച്ച് കൊച്ചനുജൻ എന്നുള്ളതിലെ വളരെ എന്താ പറയാ പരസ്പരമുള്ള ആ ഒരു ഇഴ ചേർന്ന ബന്ധം, ചേച്ചിയും അനുജനും തമ്മില് പരസ്പരമുള്ള സ്നേഹത്തിന്റെ ആ ഒരു ആഴാണ്. അത് കുറയുമോ നഷ്ടപ്പെടുമോ വേവലാതി, ഇതൊക്കെ അതില് കാണാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് കൊച്ചനുജനല്ല നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പാഠവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും. അപ്പൊ എല്ലാവരും പാഠം നല്ലോണം വായിക്കുക. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് ടെക്സ്റ്റിലാണെങ്കിലും ഒരു പെൻസിലോണ്ടൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ടിലേക്ക് പകർത്തുക. പറ്റുന്ന രീതിയിൽ നന്നായി തന്നെ ഏതെങ്കിലും
ഇപ്പൊ ഗൈഡോ അങ്ങനെയുള്ള ബുക്കുകളൊന്നും നോക്കി എഴുതാതെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് എഴുതുക. ഒരല്പം കുറവായിക്കോട്ടെ, മോശമായിക്കോട്ടെ, അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതിനെ തിരുത്തി എഴുതി മുന്നോട്ട് പോകാനായിട്ടും സ്വയം എഴുതാനുള്ള കഴിവും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോ കൃത്യമായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ടീച്ചർ നിർത്തുകയാണ്. അതോടൊപ്പം പറയാനുള്ളത്, എനിക്ക് ഈ മെസ്സേജ് ആയിട്ട് ഇടാറുണ്ട്, എന്ത് ഇതിന് മുൻപത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ഒന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് പലരും കമന്റ് ഇതിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ മുൻ ക്ലാസ്സുകള്, അപ്പം ഞാൻ ഈ ഒരു ചാനൽ ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളതൊന്നും പറയാറില്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. കാരണം ഇത് ചാനലായിട്ടാണെങ്കിൽ കൂടി വിദ്യ അല്ലെങ്കിൽ അക്ഷരങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതുവരെ പറയാറ്. പക്ഷെ കുറെ കഴിയുമ്പോൾ വീണ്ടും ഞാൻ പലർക്കും ഞാനിപ്പോൾ ആ ലിങ്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 4-5 പേർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ ക്ലാസ് 5ാം ക്ലാസ്സുകാരുടെ ഒക്കെ അവർ സ്വയം എടുത്ത് കാണുണ്ടാവില്ല, അവർ പക്ഷെ രക്ഷിതാക്കളായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടാല് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് അതിന്റെ ആ ഒരു ഓൾ എന്നുള്ളത് ഞെക്കുമ്പോൾ എല്ലാ വീഡിയോസും വരും സ്വാഭാവികമായിട്ട്, അതാണല്ലോ നമുക്കറിയാം. അപ്പൊ അത് നിങ്ങൾ ചെയ്തിട്ടോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് കിട്ടും. കാരണം ക്ലാസ് ആവുമ്പോൾ തുടർച്ചയായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ഇതിനു മുമ്പ് എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് ചെയ്തിട്ടോളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അതോടൊപ്പം ഓണാശംസകളും നേരെയാണ്. നല്ല ഒരു നാളെ നമുക്കുണ്ടാകട്ടെ അല്ലെ. ഒരുപാട് വ്യത്യസ്തമായ ഒരു ഓണമാണ് ഇപ്രാവശ്യം. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ഒതുങ്ങിയ ശാന്തമായ ഒരു തിക്കും തിരക്കില്ലാത്ത ഒരു അങ്ങനെയും ഒരു അനുഭവം നമുക്ക് ഉണ്ടായി. അപ്പൊ അതിലൊക്കെ ആരോഗ്യ സൗഖ്യത്തോടുകൂടി നിലനിന്നും കൊണ്ട് ഈ ഓണം നമുക്ക് ഒരുമയോടും സ്നേഹത്തോടും കൂടി കൊണ്ടാടാം. അതുവരെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.